കുറച്ചു കാലം മുന്നോട്ടായപ്പോൾ പിന്നെ വ്യാജന്മാരും ഈ പേരെടുക്കാൻ നോക്കി. പിന്നെ നബിന് ചര്യയാണ് ആയിക്കോളുന്നില്ല, സ്വഹാബത്തിൻ്റെ ഏകോപിച്ച അഭിപ്രായം വേണമെന്നില്ല, എന്നാലും നമ്മളൊക്കെ ഒരു സുന്നത്ത് ജമാഅത്തായി. പിന്നെ എല്ലാവരും സുന്നത്ത് ജമാഅത്തായി. സുന്നത്തായിട്ടും ജമാഅത്തായിട്ടും ഒരു ബന്ധമില്ലാത്തവനും സുന്നത്ത് ജമാഅത്തിന് ആളായി മാറി. അവസാനം ബന്ധമുള്ളവൻ പുറത്തുപോയി, ഇല്ലാത്തവനും ഇപ്പം അതിൻ്റെ ആളുമായി എളുപ്പം നിൽക്കണം. ഇപ്പം സുന്നത്തും ജമാഅത്തിന് ബന്ധമില്ലാത്തവനായ ആൾക്കാർ, ബന്ധമുള്ളവനൊക്കെ മുത്തതി പുത്തമ്പാതി എന്ന് പറഞ്ഞിട്ടാണ് പോട്ടെ മറ്റൊരു വിഷയം. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഒരു നാല് വഴി. അപ്പോൾ ഫിത്ന ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഓരോന്നും മുന്നോട്ട് പോകുമ്പോഴും ഫിത്ന ഇങ്ങനെ കൂടി വരുന്നു. അവിടെയൊക്കെ അറിവിന് മുന്തിയ പരിഗണനയുണ്ട്. എന്താ പറഞ്ഞോടുന്നു, വെളിച്ചമാണ് അവർക്കൊക്കെ ആവശ്യം. ഇങ്ങനെ തലമുറ ഇങ്ങനെ മാറുമ്പോഴേക്ക് ഓരോ ഭാഗത്ത് ഇരുട്ടിങ്ങനെ വരികയാണ്. സ്വഹാബിമാരെ കുറിച്ച് മോശം അഭിപ്രായം പറയാം. പിന്നെ അങ്ങനെ അവർ പുതിയ പുതിയ നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അള്ളാഹിനെ കുറിച്ച് വരെ അള്ളാഹിൻ്റെ നാമങ്ങളിൽ വിശേഷണങ്ങളിൽ എല്ലാം അനാവശ്യമായ വിവാദങ്ങൾ വരിക. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിനൊക്കെ ഇടയിൽ ഹക്കിന് കിട്ടണമെങ്കിൽ നല്ല വെളിച്ചം ആവശ്യമുണ്ട്. അതിനാണ് യഥാർത്ഥത്തിൽ അറിവ് നമ്മൾ അന്വേഷിക്കുന്നത്. അറിവിൻ്റെ സോഴ്സ് രണ്ടെണ്ണമാണ്, അൽ വഹ്യാനി അശ്ശരീഫാനി, മഹത്വമേറിയ രണ്ട് വഹ്യുകൾ, ഖുർആനും നബിചര്യയും. എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം അതാണ്. അറിവ് നൽകേണ്ടത് പഠിച്ചവനാണ്. ഏതാണ് ശരി, ഏതാണ് വെളിച്ചം, ഏതാണ് ശരിയായ അറിവ് എന്ന് ഇസ്ലാമിൽ പറഞ്ഞു തരേണ്ടത് അള്ളയാണ്. ആ അള്ളാഹ് കൊടുത്ത വഹയാണ് ഖുർആനും ഹദീസും. അതുകൊണ്ട് അറിവിൻ്റെ സോഴ്സ് വഹയാണ്. വഹി രണ്ട് രൂപത്തിലാണ്, ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ഹദീസാണ്. ഇജ്മാഉം ഖിയാസുമൊക്കെ അതിനെ ബേസ് ചെയ്ത് മാത്രം തന്നെ കൊടുക്കുന്നതാണ്. ഖുർആനും സുന്നത്തുമാകുന്ന വഹയുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇജ്മാഉം ഖിയാസുമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെയും അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് വഹയുകളാണ് അറിവിൻ്റെ ശരിയായ പ്രഭവ കേന്ദ്രം. അതിൽ നിന്ന് വരുന്ന അറിവാവുള്ളൂ. അൽ ഇൽമു മാ ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. അറിവ് എന്ന് പറഞ്ഞാൽ മാ ഖാല അല്ലാഹ്, അല്ലാഹ് പറഞ്ഞതെന്തോ അതാണ് അറിവ്. വഖാല റസൂലുള്ളാഹ്, അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അതാണ് അറിവ്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് ഒന്നാണ്. എത്ര വലിയ പണ്ഡിതന്മാരും ഒരു വിഷയം പറയുമ്പോൾ എന്താ പറയുക, ഈ വിഷയത്തിൽ ഹദീസ് ഇങ്ങനെ ഉണ്ട്, ഈ വിഷയത്തിൽ നബി ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഹദീസ് ആയത്തിൽ നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലോ എത്ര വലിയ ആലിമാണെങ്കിലും ആ അഭിപ്രായത്തിൽ ഒരു വിലയും ഇല്ല. അപ്പം ലോകത്ത് വന്ന ലക്ഷക്കണക്കായ ആലിമീങ്ങൾ അവരൊക്കെ അറിവ് പകർന്നു കൊടുത്തപ്പോഴും അവർ അടിസ്ഥാനമായി സ്വീകരിച്ചത് അൽ വഹ്യാനി അശ്ശരീഫാൻ, മഹത്വമേറിയ രണ്ട് വഹ്യുകൾ, അൽ ഖുർആൻ വസ്സുന്ന.